ഈശോ പറയുന്നു, സ്വന്തം നാട്ടിൽ ഒരു പ്രവാചകനും സ്വീകരിക്കപ്പെടുന്നില്ല. സുവിശേഷത്തെ ഒരു ഭാഗത്ത് നമ്മളിങ്ങനെ വായിക്കുന്നു, സ്വന്തം നാട്ടിൽ വെച്ച് ഈശോയ്ക്ക് ഏതാനും രോഗികളുടെ മേൽ കൈകൾ വെച്ച് അവരെ സുഖപ്പെടുത്തുവാനല്ലാതെ മറ്റ് അത്ഭുതങ്ങൾ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അത് വായിക്കുമ്പോൾ നമ്മൾ അതിശയിക്കുകയാണ്. കാരണം ദൈവപുത്രനായ ഈശോയ്ക്ക് അത്ഭുതം ചെയ്യാൻ പറ്റിയില്ല എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എന്തുകൊണ്ടാണത്? ഈശോ അത്ഭുതം ചെയ്യാൻ സന്നദ്ധനാണ്. ഈശോ രോഗികളെ സൗഖ്യപ്പെടുത്താൻ സന്നദ്ധനാണ്. പക്ഷേ ആ നാട്ടുകാർ വിചാരിക്കുന്നു, ഇവൻ മറിയത്തിൻ്റെ മകനല്ലേ, ഇവൻ യൗസേപ്പിൻ്റെ മകനല്ലേ, അപ്പോൾ ഒരു വിലയും കൊടുക്കുന്നില്ല. നമ്മൾ മനസ്സിലാക്കുക, നമ്മളോട് ഒരു വ്യക്തി, അത് ആരും ആയിക്കോട്ടെ, ഒരു വചനം പറയുന്ന സമയത്ത് ദൈവം ഒരുക്കിയിരിക്കുകയാണ് ആ വ്യക്തിയെ. ആ വചനം നമ്മൾ കേൾക്കുവാനും നമ്മളത് ഉൾക്കൊള്ളുവാനും അത് നമ്മളിൽ മാറ്റം വരുത്തുവാനും വേണ്ടി ദൈവം ഒരുക്കിയ നിമിഷങ്ങളാണ്. ആരെങ്കിലും ഒരു വ്യക്തി ഒരു വചനം പറയുമ്പോൾ ചുറ്റിനും ഒരു 10 പേർ നിൽക്കുന്നുണ്ടെങ്കിൽ ആ 10 പേരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടത്തുവാൻ വേണ്ടി ദൈവം ഒരുക്കിയ സമയമാണ്. അത് നമ്മുടെ നാട്ടുകാരനാണോ വേറൊരു നാട്ടുകാരൻ ആരാണെന്നൊന്നും പ്രശ്നമില്ല. ദൈവം ഒരുക്കിയ ഒരു ദൂതനാണ് എന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് എവിടെയാണോ ദൈവം ഒരുക്കി നമുക്ക് വചനം കേൾക്കുവാൻ ഇടയാകുന്നത്, അത് ആ വ്യക്തിയെ നോക്കണ്ട, ദൈവവചനമാണ് നമ്മൾ കേൾക്കുന്നത്, അത് നമ്മുടെ മാറ്റത്തിനുള്ളതാണ് എന്ന് മനസ്സിലാക്കി അത് ഉൾക്കൊള്ളുക, ജീവിതത്തിൽ മാറ്റം വരുത്തുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ.